ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നിട്ടുണ്ട്. ITC നിങ്ങൾക്കറിയാം, വളരെ വലിയൊരു കോൺഗ്ലോമറേറ്റാണ്. അവരവരുടെ ഹോട്ടൽ ബിസിനസ് ഒഫീഷ്യലി ഡീമേർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂസ് കുറച്ച് നാളായി വന്നിട്ട് എങ്കിലും ഇതിന് കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും വന്നത് ഇപ്പോഴാണ്. ഈ വരുന്ന ജനുവരി 1-ാം തീയതി 2025 ജനുവരി 1-ാം തീയതി ITC ഹോട്ടൽസ് ഒരു സെപ്പറേറ്റ് ബിസിനസ്സായിട്ട് മാറും. ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഡീമേർജ് ചെയ്യുന്നത്, ഇതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഹോട്ടൽ ബിസിനസ് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്, ITCയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ആരെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫയേഴ്സിൻ്റെയും അപ്സ്റ്റോക്സിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. 2 ബ്രോക്കറിലും അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുകൂടാതെ AMCയും ഇപ്പോൾ അവർ ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ബേസിക് കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനത് ലിങ്ക് അയച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇനി എന്താണ് ഡീമർജർ എന്ന് ആദ്യം നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ, ഒരു കമ്പനി അവരുടെ ഒരു പ്രത്യേക ബിസിനസ്സിനെ സെപ്പറേറ്റ് കമ്പനിയായിട്ട് മാറ്റുന്നതിനെയാണ് സാധാരണ ഡീമർജർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ITC പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ സിഗരറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഹോട്ടൽസ് ബിസിനസ് ഉണ്ട്, അതുകൂടാതെ FMCG ബിസിനസ് ഉണ്ട്. അങ്ങനെ പല ബിസിനസ്സും ചേർന്ന ഒരു വലിയൊരു കമ്പനിയാണ് ITC. ഇപ്പോൾ അവർ ഡീമർജ് ചെയ്യാൻ പോകുന്നത് അവരുടെ ഹോട്ടൽ ബിസിനസ്സാണ്. അതിനൊരു സെപ്പറേറ്റ് കമ്പനിയായിട്ട് അവർ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു വലിയൊരു മരമാകുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് അതിനെ വേറൊരു മരമാക്കി മാറ്റാറുണ്ട്. അങ്ങനെ കരുതിയാൽ മതി നിങ്ങൾക്ക്. അതായത് ഒരു കമ്പനിയുടെ ഒരു സെഗ്മെൻറ്റ് വലുതാകുമ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് സെപ്പറേറ്റ് കമ്പനിയായിട്ട് മാറ്റി അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം കൂടുതൽ. അങ്ങനെ മാറ്റുന്നതിനെയാണ് ഈ ഒരു ഡീമർജർ എന്ന് അറിഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ITCയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ITCയുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൻ്റെ തുടക്കത്തിൽ ചെയ്തിരുന്നു. ആദ്യകാലത്ത് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിന് ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 5-6 വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. എങ്കിലും അതിൽ ഈ ബിസിനസ്സിനെ കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഞാൻ മുകളിൽ I ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. വോയിസ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം കുറവായിരിക്കും, അത് നിങ്ങൾ ക്ഷമിക്കുക, കാരണം തുടക്കകാലത്ത് ചെയ്ത വീഡിയോ ആണ്. അടുത്ത ചോദ്യം, എന്തിനാണ് ഇപ്പോൾ ITC അവരുടെ ഹോട്ടൽ ബിസിനസ് ഡീമേർജ് ചെയ്യുന്നത്? ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിളാണ്. ITCക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അവരുടെ ഹോട്ടൽ ബിസിനസ് മെച്യൂർ ആയിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബിസിനസ്സായിട്ട് ഗ്രോ ചെയ്യാനുള്ള എല്ലാ കഴിവും അതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരത് സെപ്പറേറ്റ് ഒരു ബിസിനസ്സായിട്ട് മാറ്റാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു സെപ്പറേറ്റ് ബിസിനസ് ആക്കി കഴിഞ്ഞാൽ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഒരു ബിസിനസ്സിൽ കൂടുതൽ ഫോക്കസ് ലഭിക്കും. അതിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം മുതലേ അവർ ഈ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് കൃത്യമായിട്ടുള്ള എല്ലാ അപ്രൂവൽസും കാര്യങ്ങളും കിട്ടിയത്. ഇപ്പോഴാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റും വന്നത്. അവർക്ക് ഷെയർ ഹോൾഡറിൻ്റെ അപ്രൂവലും കിട്ടി. അതുകൂടാതെ CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള അപ്രൂവലും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവരിത് സ്പ്ലിറ്റ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഡേറ്റ് പ്രഖ്യാപിച്ചത്. അടുത്തത്, ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും, അതായത് ITCയുടെ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം നോക്കാം. പുതിയതായിട്ട് വരുന്ന കമ്പനിയിൽ 40% ITCയുടെ ഓണർഷിപ്പിലായിരിക്കും. ബാക്കി വരുന്ന 60% എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഈ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ITCയുടെ ഷെയറിന് അനുപാതികമായിട്ടുള്ള ITC ഹോട്ടൽസിൻ്റെ പുതിയ ഷെയർസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു ന്യൂസ് കാരണം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ITC നല്ലൊരു ബുള്ളിഷാണ്. സെപ്റ്റംബറിൽ അവർ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇനി ITCയുടെ ഹോട്ടൽ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ അവർ റവന്യൂ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം ഇയർ ഓൺ ഇയർ 12.1% റവന്യൂ ഗ്രോത്ത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. EBITDA മാർജിനും 70 ബേസിസ് പോയിന്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പനിയായിട്ട് മാറുമ്പോൾ കൂടുതൽ ഇതിന് ഫോക്കസ് ലഭിക്കും. അതുകൊണ്ട് തന്നെ കമ്പനി കൂടുതൽ ബെറ്റർ പെർഫോമൻസ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ കാര്യങ്ങൾ നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എങ്കിലും ഇപ്പോഴത്തെ പെർഫോമൻസ് അത്യാവശ്യം മോശമില്ലാത്ത പെർഫോമൻസ് തന്നെയാണ്. ഇനിയല്ല, ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ ITC അവരുടെ ഹോട്ടൽ ബിസിനസ് സെപ്പറേറ്റ് ആക്കുന്നത് തന്നെ വളരെ വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു കോൺഗ്ലോമറേറ്റ് പല ബിസിനസ് അവരിലുണ്ട്. അതിൽ നിന്ന് തന്നെ ഒരു ബിസിനസ് പ്രത്യേകമായിട്ട് മാറ്റുമ്പോൾ ആ ഒരു ബിസിനസ്സിന് കൂടുതൽ ഫോക്കസ് ലഭിക്കും. ആ ഒരു സെഗ്മെൻറ്റ് കൂടുതൽ വളരാനും സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു കാര്യത്തിൽ ഇതിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഭാവിയിൽ. എന്തായാലും കൂടുതൽ കാലമൊന്നുമില്ലല്ലോ, ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ജനുവരി 1-നാണ് അവർ ഡീമേർജ് ചെയ്യുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ITCയിൽ പലതരം ബിസിനസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബിസിനസ്സാണ് നിങ്ങൾ ITCയിൽ എക്സൈറ്റ് ചെയ്യുന്നത്, എന്ത് കണ്ടാണ് നിങ്ങൾ ITCയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.